ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ തന്നെ എതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കോടാലിക്കൈയായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഇടതുപക്ഷ സഹയാത്രികനെന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അൻവറെ പറ്റി പറയുന്നത് തന്നെ ശരിയല്ല. അദ്ദേഹത്തിന് എന്തൊക്കെയോ നിഗൂഢമായ ലക്ഷ്യങ്ങളും ഹിഡൻ അജണ്ടകളും ഉണ്ട്. അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ജൽപ്പനങ്ങളെയും അവജ്ഞയോടെ ജില്ലയിലെ പാർട്ടി ഒന്നാകെ തള്ളിപ്പറയാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ പോലീസിനെതിരെയായിരുന്നു ആരോപണം ഉന്നയിച്ചു തുടങ്ങിയത്. ആ ഘട്ടത്തിലൊക്കെ CPM-ൻ്റെ ജില്ലാ നേതൃത്വവും അതിന് ഒപ്പം തന്നെ പോലീസിനെതിരെ പരാതി ജില്ലാ നേതൃത്വത്തിനും ഉണ്ടായിരുന്നു. പിന്നീട് അത് എന്താ സംഭവിക്കുന്നത്? അല്ല, അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന് പറയാനുള്ളത് ജില്ലയിലെ പാർട്ടി നേതൃത്വം കേട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കൈവശമുള്ള തെളിവുകളുണ്ടെങ്കിൽ അത് കൊടുക്കണം. ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏത് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തായാലും പോലീസിൻ്റെ ഭാഗത്തായാലും വീഴ്ചകളുണ്ടെങ്കിൽ അത് അതീവ ഗൗരവമായി സർക്കാർ കൈകാര്യം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ നൽകണം എത്രയും പെട്ടെന്ന് എന്നാണ് അദ്ദേഹത്തോട് പാർട്ടി ജില്ലാ നേതൃത്വം നൽകിയ നിർദ്ദേശം. പോലീസിനെതിരെ ജില്ലാ പാർട്ടിക്കും അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ലേ? പാർട്ടിക്ക് അദ്ദേഹത്തിന് പരാതി ഉണ്ടായിരുന്നു. ആ പരാതി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനേ പറഞ്ഞിട്ടുള്ളൂ. ഒരു MLA എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന് ഉന്നയിക്കാവുന്ന വേദികളിലെല്ലാം തന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് അദ്ദേഹത്തിന് ആരോപണങ്ങളുടെ മൂർച്ച കൂടി വരുന്നത്. സത്യത്തിൽ ഇതിനെ അഭിസംബോധന ചെയ്യാത്തൊരു വിഷയമില്ലേ? അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാത്ത വിഷയം ഇല്ലേ? വായെ തോന്നിയത് പറയുന്നതിന് അതിനൊന്നും പ്രതികരിക്കാനും അഡ്രസ്സ് ചെയ്യാനും കഴിയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സമനില നെറ്റി എന്തൊക്കെയോ പറയാണ്. അദ്ദേഹം എവിടെ എന്താണ് എന്നുള്ളത് അദ്ദേഹം ഒരു മതയാനയെ പോലെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ കണ്ടില്ലേ, നിലമ്പൂരിൽ പോലീസല്ലല്ലോ, അവിടെ ഒരു വനം വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ചടങ്ങിൽ മന്ത്രി അടക്കം ഇരിക്കുമ്പോൾ ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കടുത്ത രൂപത്തിൽ അധിക്ഷേപിക്കുക, ഇറങ്ങി വരുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെയാണ് ഒരു MLA ചെയ്യേണ്ടത്. അദ്ദേഹം പറയുന്ന ജൽപ്പനങ്ങൾ നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയുന്നു. ആൾക്ക് ഒരു വസ്തുതയില്ല, വസ്തുതാവിരുദ്ധമായ രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പാർട്ടിയെ തകർക്കലാണ്. അദ്ദേഹം പാർട്ടിയുടെ രക്ഷകനായിട്ടാണല്ലോ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. പാർട്ടിയെ രക്ഷിക്കാനല്ല, പാർട്ടിയെ തകർക്കാനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടപ്പാവാൻ പോകുന്നില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, എല്ലാ പാർട്ടിയും, മലപ്പുറത്തെ പാർട്ടിയും കേരളത്തിലെ പാർട്ടിയൊക്കെ അയാളുടെ കൂടെയാണെന്ന്. എന്നാൽ ഇന്നലെ രാത്രി നിങ്ങൾ തന്നെ കൊടുത്ത ദൃശ്യങ്ങളില്ലേ, അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് അദ്ദേഹത്തെ ദിവസവും കാണുന്ന, ദിവസവും അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കുന്ന പാർട്ടിക്കാരാണ് അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചത്. അപ്പോൾ സ്വന്തം വീട്ടിലും വീടിന് ചുറ്റുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ അൻവറല്ല, അതിനേക്കാൾ ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഈ പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ചരിത്രം അറിയാലോ. അവരെവിടേക്കാണ് ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്കാണ് കേരളം വലിച്ചെറിഞ്ഞത്, ഈ പ്രബുദ്ധമായ കേരളം. പിന്നെ അൻവറിൻ്റെ കാര്യം പറയണ്ടോ, നമ്മളാരും ഒന്നും പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു സ്വതന്ത്രനാണല്ലോ, അതിൻ്റേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ അവസാനം കൊത്തി മുറത്ത് കയറി കൊത്തുന്ന രീതിയിൽ, പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, അപ്പോൾ പിന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരുമല്ലോ. ഇതുവരെ നമ്മൾ സംസാരിക്കാൻ അറിയാത്ത ഒഴിഞ്ഞ പോസ്റ്റിൽ ഇങ്ങനെ ഗോളടിക്കുകയല്ലേ. ആദ്യം എല്ലാവരും നമ്മൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം വായടയ്ക്കും. നമുക്കറിയാം, PV അൻവർ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയൊന്നും അല്ലല്ലോ. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ. ആരാണ് PV അൻവർ എന്നുള്ളത് മലപ്പുറത്തുകാർക്കറിയാം, നാട്ടുകാർക്കറിയാം. സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടൊന്നുമല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പേരിൽ എത്ര ക്രിമിനൽ കേസുകളാണ്, വധക്കുറ്റമടക്കമുള്ള ക്രിമിനൽ കേസുകളാണ്. അതൊക്കെ കേസാണല്ലോ, ശിക്ഷിച്ചിട്ടില്ലല്ലോ. അല്ല, അതല്ലല്ല, CPM ഇനിയും സ്വതന്ത്രന്മാരെ പരീക്ഷിക്കും. പക്ഷേ സ്വതന്ത്രന്മാരുടെ മഹത്വം കൊണ്ട് മാത്രമാണ് അവിടെ ജയിക്കുന്നത് എന്നുള്ളതല്ല. നിലമ്പൂർ അൻവർ ജയിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര വേഷം കൊണ്ട് മാത്രമാണോ? അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടാവും,
കോൺഗ്രസിനും ലീഗിനും വോട്ട് ചെയ്യുന്ന കുറേ വോട്ടർമാർ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുണ്ട്, കുടുംബക്കാരായിട്ടുണ്ട്, അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവും. ബഹുഭൂരിപക്ഷം വോട്ടാരതാ? ബഹുഭൂരിപക്ഷം വോട്ട് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ സഖാവ് കുഞ്ഞാലി കെട്ടിപ്പടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത ഒരു പ്രദേശമല്ലേ? ആ പ്രദേശത്ത് അയാൾ ജയിച്ചത് അയാളുടെ വമ്പത്തരം കൊണ്ടാണോ? അല്ലല്ലോ. അയാൾ ഇവിടെ വയനാട്ടിൽ പോയി മത്സരിച്ചില്ലേ? എന്താ ദയനീയമായി കെട്ടിവെച്ച കാശാണ്ട് പോയില്ലേ? ആദ്യം എറണാട്ടിൽ മത്സരിച്ച് നോക്കിയില്ലേ? പല പരീക്ഷണം നടത്തിയല്ലോ, ജയിച്ചോ? എപ്പോഴാണ് ജയിച്ചത്? CPM ഇടതുപക്ഷ മുന്നണിയും പിന്തുണച്ചപ്പോഴാണ്. അപ്പോൾ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇനിയും സ്വതന്ത്രന്മാരെ പരീക്ഷിക്കും. കാരണം എതിരാളികളെ തോൽപ്പിക്കാൻ പറ്റുന്ന സ്വീകാര്യതയുള്ള സ്വതന്ത്രന്മാരുണ്ടെങ്കിൽ പരീക്ഷിക്കും. ഇനി അത് ആ പരീക്ഷണം ഒരു പരാജയമായി CPM വിലയിരുത്തുന്നില്ല.